ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള ഒരു അടിപൊളി ഫിഷ് കറിയാണ് കേട്ടോ. ഈ കാണുന്ന ലുക്ക് പോലെ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നന്നായിട്ട് പോകുന്നൊരു കറിയാണ്. ഇതിൻ്റെ ഗ്രേവി മാത്രം മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന കണക്ക് തന്നെ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫിഷ് കറി ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ഫിഷ് കറിയാണ്, ഒന്നും പറയാനില്ല. ഫിഷിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടെ തന്നെ ലൈക്ക് ബട്ടണിലും സബ്സ്ക്രൈബ് ബട്ടണിലും ഒന്ന് ഞെക്കിയേക്കണം കേട്ടോ. ഈ ഫിഷിലാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. ഏതായാലും ഈ ഫിഷിനെ മൊത്തത്തിൽ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. ആദ്യം ഞാനൊരു മൺചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കടുകും ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു. ഇനി ഇതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി നിരുതിരാന്ന് അരിഞ്ഞെടുക്കണം. ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അതിനൊന്ന് വാട്ടിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളി ചേർക്കുന്നതിന് മുൻപായിരുന്നു ഈ ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കേണ്ടിയിരുന്നത്. സാരമില്ല, ഇപ്പോൾ ചേർത്താലും മതി. ഏതായാലും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചതച്ചതുകൂടെ ചേർത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. ഒരുപാടങ്ങ് മുരിയണ്ട. ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ 2 മീക്കുലായിട്ട് എടുത്താലും മതിയാവും കേട്ടോ. ഏതായാലും ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഒന്ന് ചേർത്തിട്ട് അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കണം കേട്ടോ. അതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 പഴുത്ത തക്കാളിയുടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ചേർത്ത തക്കാളി നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ആദ്യം ചേർത്തിട്ടുള്ള ചുവന്നുള്ളി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് കറിയിലങ്ങ് ബ്ലെൻഡ് ആകുമ്പോഴാണ് ആ ഒരു കറിയുടെ ചാറിന് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈർപ്പൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാൻ ഉള്ളത് കൊണ്ട് ഒരു വാഴയിലൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമല്ല. ഏതായാലും ഒരു 4-5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാനിതേ തുറന്ന് വാഴയിലേക്ക് മാറ്റി നല്ല ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ്. എൻ്റെ കയ്യിൽ വാളൻ പുളി മാത്രമേ ഉള്ളൂ. കുടംപുളിയായിരുന്നു ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന കണക്ക് കയ്യിലുള്ള വാളൻ പുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ പിഴിഞ്ഞ് അതിൻ്റെ ഒരു ജ്യൂസ് എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി ഉണ്ടെങ്കിൽ ഒരു 3-4 പീസ് കുടംപുളി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വെട്ടി തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 8-10 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ ഇരുന്ന് തന്നെ തിളച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നമ്മൾ ചേർത്തിരിക്കുന്ന തക്കാളി, കുഞ്ഞുള്ളി, അതിൻ്റെ ആ ഒരു മസാല ഇതെല്ലാം നല്ലോണം മെൽറ്റായിട്ട് അതിൻ്റെ ഒരു ജ്യൂസൊക്കെ നമ്മുടെ കറിയിലേക്ക് കിട്ടുള്ളൂ. അല്ലാതെ തിളച്ച ഉടൻ തന്നെ നമ്മൾ ആ ഫിഷ് കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിരുന്ന് നല്ലോണം തിളക്കിയായിരുന്നു നമ്മുടെ കറി. അതിനുശേഷമാണ് ഞാനിതേ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തത്. ഇതിലേക്കൊരു പൊടിക്ക് വെള്ളം കൂടെ വേണമെന്ന് തോന്നി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർത്തത്. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഒരു തവണ ഇതുപോലെ തുറന്ന് നമുക്ക് അടിക്ക് പിടിച്ചോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒരു സ്പൂണിൻ്റെ മൂട് കൊണ്ട് നടുവിലൊന്ന് ചെറുതായിട്ട് ഇളക്കി നോക്കാം. മൊത്തത്തിൽ ഇളക്കരുത് കേട്ടോ, എങ്കിൽ അതങ്ങ് പൊടിഞ്ഞു പോകും മീനൊക്കെ. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിക്കൊന്നും പിടിക്കത്തില്ല. ഈ സമയത്ത് ഇതിൽ ഉപ്പും എരിയും പുളിയൊക്കെ നോക്കാം. ഇതിലിപ്പോൾ എല്ലാം വളരെ കറക്റ്റാണ്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചൊരു 1/2 മണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുമ്പോഴത്തേക്കും ഈ ഫിഷിൻ്റെ കളറും ആ ഒരു ടേസ്റ്റും ഒക്കെ നല്ലോണം ചേഞ്ച് വന്നിരിക്കും. കണ്ടില്ലേ, കളറൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. നല്ല ഫ്ലേവറുള്ള കറിയാണ്. ഇതിൻ്റെ ഗ്രേവിക്ക് പോലും വളരെയധികം ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങളിത് വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും. അത്ര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫിഷ് കറി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.